So hey guys, welcome back to the day 3 session of advanced level training of affiliate marketing. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് DM strategy. Okay, എങ്ങനെയാണ് DM strategy പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത്, DM strategy എന്തിനാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം നോക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഈ ഒരു സീരീസ് ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആക്ച്വൽ ആയിട്ടുള്ള ഒരു സെയിൽ പ്രോസസ്, സെയിൽ ക്ലോസിംഗ് പ്രോസസ്. സെയിൽസ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നാളെ കൊണ്ട് സെല് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ആദ്യം പ്രൊഡക്റ്റിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുക. എന്താണ് ആക്ച്വൽ പ്രോസസ് ഓഫ് സെല്ലിംഗ്, എന്താണ് ആക്ച്വൽ പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ്, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ സെയിൽസ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് കയറി പോകാൻ സാധിക്കത്തുള്ളൂ. സോ നമുക്ക് നോക്കാം ഡേ 3 ഓഫ് സെഷൻ DM സ്ട്രാറ്റജിയുടെ കംപ്ലീറ്റ് ഗൈഡ്. ഓക്കെ, സോ ഒരു ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഡയറക്ട്ലി സെഷനിലോട്ട് പോവാം. സോ എല്ലാവരും കറക്റ്റ് ആയിട്ട് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ആക്ച്വൽ ആയിട്ടുള്ള പ്രോസസ്സും എന്താണെന്ന് മനസ്സിലാക്കി തന്നെ DM സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. സോ നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യണം, നെക്സ്റ്റ് DM സ്ട്രാറ്റജിയിലേക്ക് പോവാം. സോ എന്താണ് DM സ്ട്രാറ്റജി? DM സ്ട്രാറ്റജി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്, DM സ്ട്രാറ്റജി നമ്മൾ ഒരിക്കലും സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല. ആദ്യമേ നമ്മളിവിടെ ഡേ 1ലും ഡേ 2ലും കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഡേ 1ൽ നമ്മൾ എന്താ നോക്കിയത്, കമ്പനിയെ കുറിച്ചുള്ള അവയർനെസ്, നമ്മൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും, എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ള കാര്യങ്ങളും, പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റും കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ ആ ഒരു സെഷനിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് ഡേ 1ൽ. അത് കഴിഞ്ഞ് അതിന്റെ നെക്സ്റ്റ് പ്രോസസ്, അതാണ് നമ്മൾ പറയുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് കയറി വരുന്നത്. നെക്സ്റ്റ് പ്രോസസ് എന്താണ്, എങ്ങനെ മാർക്കറ്റിംഗിന് വേണ്ടി നമുക്കൊരു പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യാം, എങ്ങനെ നമുക്കൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഫൈൽ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാം. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഡേയിൽ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് ആണ്. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദിസ് ഈസ് ഓൺലി ഫോർ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ്. അതായത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് DM സ്ട്രാറ്റജി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഒരു ആക്ച്വൽ പ്രോസസ് ആണ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെവർ ട്രൈ ടു കൺവിൻസ് പീപ്പിൾ ബിക്കോസ് സെയിൽ ഈസ് നോട്ട് അബൌട്ട് കൺവിൻസിങ്. ദാറ്റ് മീൻസ് ഒരിക്കലും നമ്മൾ DM സ്ട്രാറ്റജി ചെയ്യുമ്പോൾ, ഞാൻ ചെയ്യുന്ന പ്രോസസ് ആക്ച്വലി വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്, അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതി. ബട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും നമ്മൾ സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി അല്ല ചെയ്യുന്നത്. സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയി ആളുകളെ കൺവിൻസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ആക്ച്വൽ പ്രോസസ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് കൺവിൻസിങ്. കൺവിൻസ് ചെയ്തുകൊണ്ട് അല്ല സെയിൽസ് ചെയ്യേണ്ടത്. അങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ട് സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് ലോങ് കൺവിൻസ് ചെയ്യേണ്ടി വരും. ബട്ട് ഒരു ടൈം നിങ്ങളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് ഓർ സർവീസിന് മേലുള്ള ഒരു നീഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ആൻഡ് ദാറ്റ് വിൽ ബി ദ സെയിൽസ്, ദാറ്റ് വിൽ ദ ആക്ച്വൽ പ്രോസസ് ഓഫ് സെയിൽസ്. സോ അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി നീഡ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഏതൊരു ബ്രാൻഡിലാണെന്നുണ്ടെങ്കിലും, ഏതൊരു പ്രീമിയം ബ്രാൻഡിനാണെന്നുണ്ടെങ്കിലും അവിടെ നീഡാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നീഡ് ക്രിയേഷൻ ആണ് നമുക്ക് ഇവിടെ വേണ്ടത്, ഒരിക്കലും കൺവിൻസിങ് അല്ല. സോ നമുക്ക് നോക്കാം. ഓക്കെ, DM സ്ട്രാറ്റജിയുടെ ആക്ച്വൽ പ്രോസസ് ആണ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എഴുതിയെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, DM സ്ട്രാറ്റജി ഈസ് നോട്ട് ഫോർ സെയിൽസ്. ഓക്കെ, നോട്ട് ഫോർ സെയിൽ ക്ലോസിംഗ്. ഒരിക്കലും സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അതുപോലെ തന്നെ DM സ്ട്രാറ്റജി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആളുകളെ കൺവിൻസ് ചെയ്യാൻ പോകരുത്. നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് DM സ്ട്രാറ്റജി ചെയ്യുന്നത്. DM സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ആക്ച്വൽ പ്രോസസ് നമ്മൾ ഓഡിയോ ക്ലിപ്പ് അയച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല കസ്റ്റമേഴ്സിന്റെ ഇന്ററാക്ഷൻസ്, പല കസ്റ്റമേഴ്സിന്റെ രീതികൾ, സൈക്കോളജി എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ പിച്ച് ഇംപ്രൂവ് ആവും. ഒബ്വിയസ്ലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മറ്റൊരാളടുത്ത് സംസാരിച്ചാൽ മാത്രം ഡെവലപ്പ് ആവുന്ന ഒരു കാര്യമാണോ? അല്ലാതെ നമ്മൾ ഞാനിങ്ങനെ വീട്ടിലിരുന്നിട്ട് സ്വന്തമായിട്ട് എൻ്റെ അടുത്ത് തന്നെ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആക്കാൻ പറ്റത്തില്ല. കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുകളോട് സംസാരിക്കണം. മറ്റൊരാളടുത്ത് സംസാരിച്ചാൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആകത്തുള്ളൂ. സോ ഡേ ബൈ ഡേ നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് DM സ്ട്രാറ്റജി നിങ്ങൾ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് DM സ്ട്രാറ്റജിയിലെ പ്രാക്ടിക്കൽ ആക്സസ് നോക്കാം. എങ്ങനെയാണ് DM സ്ട്രാറ്റജി ചെയ്യുന്നത് ആക്ച്വൽ ആയിട്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുവാണ്. ഞാൻ എൻ്റെ സെക്കൻഡറി അക്കൗണ്ട് വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, വലിയ രീതിയിൽ ഞാൻ ഒപ്റ്റിമൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് വെച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ചെയ്യുന്നു എന്നുള്ള പ്രോസസ്സാണ് ഞാൻ അതിനകത്ത് കാണിച്ചു തരാൻ പോകുന്നത് ആക്ച്വലായിട്ട്. ഓക്കെ, സോ പ്രൊഫൈൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വേണം DM സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യാൻ. ആദ്യമേ പറയുവാണ്. സോ ഞാനിവിടെ നിങ്ങൾക്ക് പല തരത്തിലുള്ള പേജസ് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ നോർമലി ഇത് കണ്ടോ, ബിസിനസ് അറൗണ്ട്, ഇത് ബിസിനസ് മൈൻഡഡ് പീപ്പിൾസിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ ഇപ്പോൾ നമ്മുടെ ട്രോൾ പേജസ് കയറി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം സ്റ്റുഡൻസ്, ഹൗസ് വൈഫ്സ്, അവർക്കൊക്കെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സത്യം പറഞ്ഞാൽ ആവശ്യം. ഓക്കെ, അല്ലാതെ ജോബ് ചെയ്യുന്ന ഒരാൾക്ക് കൂടുതലും അവരുടെ ഓൾറെഡി ഒരു സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈവൻ ജോബ് പേഴ്സൺസും ഉണ്ട്. ഓക്കെ, ഒരുപാട് ജോബ് പേഴ്സൺസ് കൊണ്ട് വർക്ക് ചെയ്യുന്ന. ഓക്കെ, സോ നമുക്ക് ഏത് രീതിയിൽ വേണം DM സ്ട്രാറ്റജി ഫോളോ ചെയ്യാം, ഏത് രീതിയിൽ നമുക്ക് ആളുകളെ ചൂസ് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് ലൈക്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കുവാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം, ലൈക്ക് ലിസ്റ്റിൽ നിന്ന് ഞാൻ എടുക്കുവാണ്. ലൈക്ക് ലിസ്റ്റ് ഞാൻ എടുത്തിട്ട് ഓക്കെ ഓരോരുത്തരുടെ പ്രൊഫൈൽ ഞാനിങ്ങനെ ഓപ്പൺ ആക്കുവാണ്. അപ്പോൾ ഈ പ്രൊഫൈലിൽ കുറച്ച് നമ്മൾ കൂടുതൽ സ്റ്റുഡൻസിനെയൊക്കെ ഫോക്കസ് ചെയ്താൽ മതി. അതാണ് കുറച്ചുകൂടെ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ കാര്യം എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ഇപ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് കാണിച്ചു തരാം. സോ ഞാനിവിടെ ഒരാളുടെ പ്രൊഫൈൽ എടുത്തു.
സോ ഞാൻ അയക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, ഹലോ ബ്രദർ, മൈസെൽഫ് അഭിമന്യു ഫ്രം കേരള, ഐ ഫൗണ്ട് യുവർ പ്രൊഫൈൽ റിയലി മച്ച് അട്രാക്റ്റീവ്, ക്യാൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്യാൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നതിൻ്റെ കാര്യം, ആരാണെങ്കിലും ഇപ്പം നിങ്ങളടുത്ത് വന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലും ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ച് ആദ്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത് ആരാണ് ഇയാൾ, എൻ്റെ അടുത്ത് എന്താണ് ഇയാൾക്ക് ചോദിക്കാനുള്ളത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മുടെ മൈൻഡിലേക്ക് വരും. അപ്പോൾ ഇവർ ചെയ്യുന്നത് നമ്മുടെ പ്രൊഫൈലിൽ ചെക്ക് ചെയ്യും. ആദ്യം തന്നെ നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യും. പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് പ്രൊഫൈൽ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒപ്റ്റിമൈസ്ഡ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഒരു നീഡുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഓപ്പർച്യൂണിറ്റിക്ക് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവും. സോ അതിന് വേണ്ടിയാണ് പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് DM സ്ട്രാറ്റജി ചെയ്യാൻ പറയുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഈ മെസ്സേജ് സെൻഡ് ആക്കുവാണ്. ഓക്കെ, ഈ മെസ്സേജ് ഇതുപോലെ നിങ്ങൾ 10 to 20 മെമ്പേഴ്സിന് വേണം സെൻഡ് ചെയ്യാൻ ഒരു ദിവസം. അപ്പോൾ ഇവിടെ വരുന്ന റിസൾട്ട് ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. 10 to 20 പേർക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ 5 പേര് ഒരു ദിവസം നിങ്ങൾക്ക് റിപ്ലൈ തന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ഒരു 5 പേരെ വെച്ച് നമ്മൾ 10 ദിവസം ചെയ്യുവാണ്. 10 ദിവസം ആകുമ്പോൾ 50 പേരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഓഡിയോ ക്ലിപ്പിൽ. എങ്ങനെയാണ് ഓഡിയോ ക്ലിപ്പ് ഇടുന്നതെന്നുള്ളത് കാണിച്ചു തരാം. സോ 50 പേരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ആവും എന്താണ് എൻ്റെ കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ള ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ, സോ ഞാനിവിടെ കാണിച്ചു തരാം എന്താണെന്നുള്ള പ്രോസസ്സ്, എങ്ങനെയാണ് ഈ ലൈവായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു മെസ്സേജ് ഞാൻ അയച്ചു. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് പ്രോസസ്സ് കാണിക്കുന്നത്. യെസ് എന്ന് അവർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓഡിയോ ഓണാക്കുക. ഓഡിയോ ക്ലിപ്പ് മാത്രമേ ഉണ്ടാവൂ, കാരണം കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ചെയ്താൽ ഡെവലപ്പ് ആവത്തില്ല. ഓക്കെ, സോ ഞാനിവിടെ കാണിച്ചു തരാം എങ്ങനെ ഇടുന്നുള്ളത്. ഹലോ ബ്രദർ, എൻ്റെ പേര് അഭിമന്യു എന്നാണ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, BA LLB സ്റ്റുഡൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഞാനൊരു ബിസിനസ് കൺസൾട്ടൻറ്റ് കൂടിയാണ്. സോ നമ്മളൊരു ഡിജിറ്റൽ ഓപ്പർച്യൂണിറ്റി ഹയർ ചെയ്യുന്നുണ്ട്. അതിലേക്ക് വേണ്ടി കുറച്ച് ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് പ്ലസ് യങ്സ്റ്റേഴ്സിനെ സ്ലോട്ട് ബേസിൽ ചൂസ് ചെയ്തെടുക്കുന്നുണ്ട്. വീട്ടിലിരുന്നോട് തന്നെ സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള പാർട്ട് ടൈം ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്തിടുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡൺ, ഇത്രയും നമ്മൾ അയച്ചു. ഓക്കെ, ഇനി ആക്ച്വൽ ആയിട്ടില്ല, ഞാനിപ്പോൾ അൺസെൻഡ് ചെയ്യുവാണ്. കാരണം എന്താ, പുള്ളി എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അൺസെൻഡ് ചെയ്ത് കളയുവാണ്. ഇതാണ് നിങ്ങൾ അയക്കേണ്ട ഓഡിയോ എന്ന് പറയുന്നത്. ഇത് മാർക്ക് ചെയ്ത് വയ്ക്കുക, വളരെ നാച്ചുറൽ ടോണിൽ നിങ്ങൾ അയക്കുക. ഓക്കെ, കാരണം നിങ്ങൾ എഴുതി വെച്ചൊക്കെ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നും. അത് നോർമലി ആരാണെങ്കിലും അങ്ങനെ തോന്നും. നിങ്ങൾ ബബ്ബ അടിച്ച് ചെയ്യരുത്, പ്രോപ്പറായിട്ട് ചെയ്യുക. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ നിങ്ങളിവിടെ കാണാമല്ലോ, നോർമലി ഞാൻ ചെയ്ത ഒരാളെ കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ ഒരാളുടെ പ്രൊഫൈൽ ചെയ്തു, കാണാമല്ലോ. ഹലോ ബ്രദർ, മൈസെൽഫ് അഭിമന്യു, ഐ ഫൗണ്ട് യുവർ പ്രൊഫൈൽ റിയലി മച്ച് അട്രാക്റ്റീവ്, ക്യാൻ ഐ ആസ്ക് യു ക്വസ്റ്റ്യൻ എന്ന് ഞാൻ ചോദിച്ചു. യെസ് എന്ന് ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഓഡിയോ ക്ലിപ്പ് അയച്ചു. സെയിം ഓഡിയോ ക്ലിപ്പ്, ഇപ്പോൾ തന്ന സെയിം ഓഡിയോ ക്ലിപ്പ് ഞാൻ അയച്ചു. യെസ് എന്ന് ടൈപ്പ് ചെയ്തു. ഡയറക്റ്റ് ഞാൻ പിന്നെ എന്താ ചെയ്തത്, പിന്നെ ഒരു ചാറ്റിങ്ങിന് ഞാൻ നിന്നിട്ടില്ല, വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അവർ ഇൻസ്റ്റഗ്രാമിൽ എന്ത് ചോദിച്ചാലും നമ്മൾ വലിയ രീതിയിൽ റിപ്ലൈ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പോകണ്ട. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മൈൻഡ് ചെയ്താൽ മതി. കാരണം ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ വാട്സാപ്പിലേക്ക് വരണം. അവർക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ വാട്സാപ്പിലേക്ക് വരണം. ഈ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കണം സെയിൽസിന് വേണ്ടത്. സോ ഇതാണ് ആക്ച്വൽ പ്രോസസ് ഓഫ് DM സ്ട്രാറ്റജി. സോ എല്ലാവർക്കും പ്രോപ്പറായിട്ട് DM സ്ട്രാറ്റജി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. സോ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടവർക്ക് എല്ലാം മനസ്സിലായി കാണും എങ്ങനെയാണ് ആക്ച്വൽ ആയിട്ടുള്ള DM സ്ട്രാറ്റജി പ്രോസസ്. ഇത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, നല്ല രീതിയിലുള്ള പിച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. സോ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, നല്ല രീതിയിലുള്ള റിസൾട്ട് എടുക്കുക, ലൈഫിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുക. സോ താങ്ക് യു all for watching this video. It's me Abhimanyu signing off.